നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എനിക്കെന്താ എന്റെ കാര്യമെന്ന്. എനിക്കിവിടെ ഒരു കാര്യമുണ്ട് കേട്ടോ. എനിക്കിപ്പോൾ വല്ലാത്ത ആഹ്ലാദമാണ്. എന്നെ കുറിച്ച് ഓർത്തിട്ടല്ല, ഓരോ ദിവസവും എന്തൊക്കെ വാർത്തകളാണ്. എല്ലാം ലഹരി ഉപയോഗിക്കുന്ന വാർത്തകൾ. ഈ കൊച്ചു കേരളത്തിന്റെ പോക്ക് എങ്ങോട്ടാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നീ പറഞ്ഞത് ഞാൻ കേട്ടു കേട്ടോ. നീ തന്നെ സൈഡിലിരിക്കുന്ന നീ തന്നെ. തിരിഞ്ഞു നോക്കണ്ട നിന്നെ ഞാൻ കണ്ടു. ഇങ്ങനക്ക് വേറെ ഒരു പണിയില്ലെന്നല്ലേ നീ പറഞ്ഞത്? മക്കളെ, എനിക്കിവിടെ ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. പഠനത്തോടുള്ള നിങ്ങളുടെ ഈ താല്പര്യം എനിക്ക് ഒത്തിരി സന്തോഷം നൽകുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണം, ചുറ്റും ചതിക്കുഴികളാണ്. നിങ്ങൾ കാണണ്ടേ ചില കാഴ്ചകൾ? ആ കാഴ്ചകളിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. എന്താണ് കിടന്ന് തൊള്ള തുറക്കുന്നത്? ചൂടാകാണ് മച്ചാ. എടാ, വെക്കേഷൻ വരുമല്ലേ, എന്താ പരിപാടി? ഒന്നുമില്ല, വീട്ടിൽ തന്നെ. എന്നാൽ ഈ പ്രാവശ്യം എന്റെ വീട്ടിൽ കൂടാളിയാ. അപ്പൻ ഗൾഫിലായതുകൊണ്ട് അപ്പന്റെ ശല്യമില്ല. അമ്മ രാവിലെ ജോലിക്കും, പിന്നെ വൈകിട്ട് വരും. ഇത് നമ്മുടെ ലോകമല്ലേ മച്ചാ, നമ്മുടെ ലോകം. നമ്മളെങ്ങനെ സമയം കളയുന്നത്? മൊബൈൽ കയ്യിലുള്ളപ്പോഴാണോ സമയം പോകാൻ വഴിയില്ലാത്തത്? ശരിയറിയാം, നമുക്കുള്ളതെല്ലാം ഇതിലുണ്ട്. അതെ, സൂപ്പർ ഗെയിംസ്, സൂപ്പർ കോമഡി, സൂപ്പർ സിനിമകൾ. പിന്നെ 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 എന്തുവാ? പിന്നെ ഒന്നും അറിയാത്തതുപോലെ എല്ലാം ഇതിലുണ്ട് മോനെ. ശരിയാണല്ലേ മച്ച. പിന്നൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ രഞ്ജിത്തടനില്ലേ, എന്നോടൊരു കാര്യം പറഞ്ഞു. പുള്ളിയുടെ കയ്യിലൊരു സാധനമുണ്ട്, അത് ഉപയോഗിച്ചാൽ വേറെ ലെവലാകുമെന്ന്. അയ്യോ വേണ്ട മച്ച, ചിലപ്പം പണി കിട്ടിയാലോ. എടാ, പുള്ളിയെ പോലെ എപ്പോഴും ഉപയോഗിക്കാനല്ല, ഒന്ന് പരീക്ഷിച്ചു നോക്കാം. എങ്ങനെയുണ്ടെന്ന് അറിയാലോ. എടാ, വീട്ടിലറിഞ്ഞ പിന്നെ ചിലപ്പോ മൊത്തം പ്രശ്നമാകും. പിന്നെ എടാ, അതിനാരറിയാൻ? അതിനാണെങ്കിൽ മണവുമില്ല, കുഴിച്ചിലുമില്ല, എപ്പോഴും നല്ല എനർജി ഉണ്ടാകും. അത്രേ ഉള്ളൂടാ. എന്താ, നമുക്കൊന്ന് ചുമ്മാ നോക്കാം. എടാ, നോക്കാന്ന്. എടാ, എന്നാലും വേണോ? നീ വാട, വെറും ഒരു ടെസ്റ്റ് ഡോസ് അല്ലേ, ഒരു കുഴപ്പവും ഉണ്ടാവില്ല. ഓക്കെ, എന്നാ പോയേക്കാം. അവര് എങ്ങോട്ടാണ് പോയതെന്ന് നിങ്ങൾക്കറിയാമോ? ലഹരിയുടെ ലോകത്തേക്കാണ് അവർ പോയത്. പതിയെ പതിയെ എല്ലാം കീഴടക്കുന്ന ലഹരിയുടെ ലോകത്തേക്കാണ് അവർ പോയത്. കാണാം, ഇനി കാണാം. മച്ച, നീ അത് കണ്ടോ? എന്താ മച്ച? എന്റെ കൈകളിലേക്കൊന്ന് നോക്കിക്കേ. ഈ ലോകം എന്റെ കൈകളിലാണ്. അങ്ങനെയല്ല, നമ്മുടെ കൈകളിലാണെന്ന് പറ. ഇതിന്റെ ഒരു ആസ്വാദനം. ഇത് ഉപയോഗിച്ചാൽ നല്ല മൂടിലെത്തും. സ്വർഗം ഇപ്പൊ നമ്മുടെ മുന്നിലാ മച്ചാ. അതെ, എന്തൊരു എനർജി. നീ ആ ചോദ്യം കേട്ടോ? ഇല്ല. ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. ആ നടുക്കിരിക്കുന്ന സ്കൈ ബ്ലൂ നിറമുള്ള ഡ്രസ് ഇട്ടയാൾ, അത് തന്നെ. ആള് ചോദിക്കുക, ഇതൊക്കെ ഉപയോഗിച്ച നമുക്ക് എന്ത് കിട്ടുമെന്ന്. പറയാം, ഞങ്ങൾ പറയാം ഇതിന്റെ എക്സ്പീരിയൻസ്. ഞങ്ങളിപ്പോൾ ഫുൾ ടൈം സന്തോഷത്തിലാണ്. ഞങ്ങൾക്ക് ബന്ധനങ്ങളില്ല. ഞങ്ങൾക്ക് എപ്പോഴും എൻജോയ്മെന്റ് മാത്രം. ഞങ്ങൾക്കിപ്പോൾ ആവലാതികളും ഇല്ല, പരിഭവങ്ങൾ ഇല്ലേ ഇല്ല. നിങ്ങളും ഞങ്ങളെ പോലെ ഒന്ന് പറഞ്ഞു നോക്കിക്കേ. പരിഭവങ്ങൾ ഇല്ലേ ഇല്ല. ആരും പറഞ്ഞില്ലല്ലോ.
ഒന്ന് കൂടിക്കേ കൂട്ടുകാരെ, പരിഭവങ്ങൾ ഇല്ലേ ഇല്ല. അടിപൊളി അടിപൊളി, കൊള്ളാം കൊള്ളാം. ഇവരെല്ലാം നമുക്ക് പറ്റിയ ചങ്ങായിമാരാണ്. എങ്കിലും നമുക്ക് ഇവരിൽ നിന്ന് കുറെ പേരെങ്കിലും നമ്മുടെ ലോകത്തേക്ക് എത്തിക്കണ്ടേ? ഈ ആനന്ദത്തിന്റെയും കൗതുകവും അവർക്ക് നൽകണം. അതെ അതെ, ഇവര് പറ്റിയ ആളുകൾ തന്നെ. ഇവരിൽ നിന്ന് കുറച്ചുപേരെ നമ്മുടെ ലോകത്തിലേക്ക് തന്നെ എത്തിക്കണം. അവനായാലും ഓ വേണ്ട വേണ്ട വേണ്ട, അവൻ ശരിയാകില്ല. ആ പുറകിരിക്കുന്ന മച്ചാനായാലും. കണ്ടിട്ടൊരു ലുക്കൊക്കെ ഉണ്ട്, പക്ഷെ കണ്ടാൽ തന്നെ അറിയാം ആള് ശരിയല്ല. നമുക്ക് പറ്റിയ ആളല്ല മോനെ. എന്നാലേ ആ നടുക്കിരിക്കുന്ന പെൺകൊച്ചായാലോ? ഓ വേണ്ടല്ല, അവള് നമുക്കിട്ട് പണിതരാൻ സാധ്യതയുണ്ട്. നിർത്തൂ. നിങ്ങൾക്ക് ഇവിടെ നിന്നും ആരെയും കിട്ടില്ല. കാരണം ഇവർ ദൈവത്തിന്റെ കുഞ്ഞുങ്ങളാണ്. ഇവർക്കും നിങ്ങളെ പോലെ പലതിലും വീഴാമായിരുന്നു, പക്ഷെ ഇവർ വീണില്ല. അതിന്റെ കാരണം ഇവർ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ്. ഇവരെ നമുക്ക് ഇവിടെ നിന്ന് ഓടിക്കേണ്ട കൂട്ടുകാരെ. നമുക്ക് ഒരുമിച്ച് പറയാം, ഞങ്ങൾ ദൈവത്തിന്റെ കുഞ്ഞുങ്ങളാണ്. നിങ്ങൾ റെഡിയല്ലേ? ഞങ്ങൾ ദൈവത്തിന്റെ കുഞ്ഞുങ്ങളാണ്. പ്രിയ കൂട്ടുകാരെ, എനിക്കൊന്ന് നിങ്ങളോട് പറയാനുണ്ട്. ഒരു രസത്തിനും കൗതുകത്തിനും ഇതേപോലെ ലഹരി ഉപയോഗിക്കാൻ നിങ്ങളെ പലരും വിളിച്ചു തിരിക്കും. പക്ഷെ നിങ്ങൾ ദൃഢനിശ്ചയെടുക്കണം. കാരണം വീണു പോയാൽ തിരികെ വരാൻ ആവാത്ത വിധം അകപ്പെട്ടു പോകും. നിങ്ങൾക്ക് കാണണ്ടേ, കാലം പലത് കഴിഞ്ഞപ്പോൾ അവരുടെ അവസ്ഥ എന്തായെന്ന് നമുക്കൊന്ന് കണ്ടാലോ? അയ്യോ വയ്യ, വല്ലാത്ത വേദന. ശരീരമാകെ തളർന്നു പോകുന്നത് പോലെ. എന്റെ ദേഹത്തിലൂടെ എന്തോ എഴയുന്നത് പോലെ. കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല. ആരോ വന്ന് ഫ്രണ്ടിൽ നിൽക്കുന്നത് പോലെ. ഓ എന്റെ ദൈവമേ, എനിക്ക് മരിച്ചാൽ മതി. നിങ്ങൾക്കറിയാമോ ഹൃദയമൊക്കെ പട ഇടിക്കുന്ന ശബ്ദം എനിക്ക് കേൾക്കാം. തല പൊട്ടിപ്പോകുന്ന അവസ്ഥ. അയ്യോ എനിക്ക് വയ്യ. എന്റെ ദേഹത്ത് ആരോ വന്ന് പിടിച്ചു മുറുക്കുന്നത് പോലെ. വയ്യ, ഞാനിപ്പോൾ മരിക്കും. എനിക്ക് വയ്യ. മോനെ, എന്റെ പൊന്നു മോനെ. അമ്മേ, എനിക്ക് വയ്യ. ഞാനിപ്പോൾ മരിക്കും. പക്ഷേ എനിക്ക് ജീവിക്കണം. എനിക്ക് ജീവിക്കണം. മോനെ, നിനക്കൊന്നുമില്ലടാ. അമ്മയല്ലേ പറയുന്നേ? അല്ലമ്മ, ഞാൻ ആകെ തകർന്നു. ഈ നല്ല യൗവന കാലഘട്ടത്തിൽ എന്റെ പഠനം പാതി വഴിയിൽ അവസാനിച്ചു. ഞാൻ ഇന്നൊരു ബിഗ് സീറോയാണ് അമ്മ. ലഹരിയില്ലാതെ എനിക്കിപ്പോൾ ജീവിക്കാൻ സാധിക്കുന്നില്ല. വയ്യ. ഇപ്പോൾ ഞാനൊരു മാനസിക രോഗിയായി ഈ സൈക്യാട്രിക് ഹോസ്പിറ്റലിൽ ആയേണ്ടി വന്നില്ലേ? എനിക്കൊന്ന് ഉറങ്ങണം. എത്ര ദിവസമായി അറിയാമോ അമ്മയ്ക്ക് ഞാൻ ഉറങ്ങിയിട്ട്? കൗതുകത്തിനും രസത്തിനുമൊക്കെ ആയി തുടങ്ങിയ ശീലം ഈ അവസ്ഥയിൽ എന്നെ കൊണ്ടെത്തിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. മോനെ, നിന്റെ സ്വഭാവത്തിലെ മാറ്റങ്ങൾ കണ്ടപ്പോൾ തന്നെ ഞാൻ നിന്നോട് പല ആവർത്തി പറഞ്ഞതാണ് നീ ലഹരിക്ക് പിന്നാലെ പോകരുതെന്ന്. പക്ഷേ അന്നൊന്നും നീ എന്റെ വാക്ക് കേട്ടില്ല. ഇപ്പൊ സമൂഹം നിന്നെ മാത്രമല്ല നമ്മുടെ കുടുംബത്തെയും വെറുക്കുന്നു. എനിക്കൊന്ന് ഉറങ്ങണം അമ്മ. പ്ലീസ് ഡോക്ടറെ ഒന്ന് വിളിക്കുമോ അമ്മ? പ്ലീസ് ഡോക്ടറെ ഒന്ന് വിളിക്കാമ്മ. എനിക്കൊന്ന് ഉറങ്ങണം. ഞാൻ വിളിക്കാം മോനെ. പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഡോക്ടറിങ് എത്തിയല്ലോ. ഇന്നലെ രാത്രിയിൽ വന്ന കേസാണല്ലേ? ഞാൻ ഫയൽ എടുക്കുന്നു. എന്താ ഇപ്പോൾ പ്രശ്നം? വയ്യ ഡോക്ടർ, വയ്യ.
ആകെ തളർന്നു പോകുന്നത് പോലെ, ആരൊക്കെയോ ശരീരത്തിൽ ഇങ്ങനെ പിടിച്ചു മുറുക്കുന്നത് പോലെ. എനിക്കൊന്ന് ഉറങ്ങണം ഡോക്ടർ. എത്ര ദിവസമായെന്നറിയാമോ ഞാൻ ഉറങ്ങിയിട്ട്. എനിക്കൊന്ന് ഉറങ്ങണം. പിന്നെ മരിക്കണമെന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ എനിക്കിപ്പോ. വയ്യ ഡോക്ടർ, വയ്യ. നിന്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥയ്ക്ക് കാരണം നീ ഉപയോഗിക്കുന്ന MDMA എന്ന രാസലഹരിയാണ്. നിനക്കറിയാമോ, ഉപയോഗിക്കുന്ന ആദ്യ നാളുകളിൽ ഉത്തേജനം നൽകുന്ന ലഹരി വസ്തുവാണ് MDMA. എന്നാൽ അത് കാലക്രമേണ ഗുരുതരമായ ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഇന്നത്തെ തലമുറ ഇതൊന്നും മനസ്സിലാക്കാതെ ഈ രാസലഹരിയുടെ പിന്നാലെ പാഞ്ഞ് ജീവിതം നശിപ്പിക്കുന്നു. ഓരോ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട് എത്രമാത്രം കേസുകളാണ് ഈ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. എനിക്കിതിൽ നിന്ന് രക്ഷപ്പെടാനാവില്ലേ ഡോക്ടർ? എനിക്കിതിൽ നിന്ന് മോചിതനാകാൻ സാധിക്കില്ലേ? എടാ ജെറി, ലഹരി ആസക്തിയിൽ നിന്ന് ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ നിനക്ക് സാധിക്കും. അതിൽ ഞാൻ നിന്നെ സഹായിക്കാം. എനിക്ക് ഈ ലോകത്തോട് ഒന്നേ പറയാനുള്ളൂ. ആരും ഒരിക്കൽ പോലും ഒരു തമാശയ്ക്ക് പോലും ലഹരികൾ ഉപയോഗിക്കരുത്. അതൊരു ചതിക്കുഴിയാണ്. വലിയ വിപത്തിലാണ് നിങ്ങൾ അകപ്പെട്ടു പോകുക. ഇതെന്റെ ജീവിതമാണ്. ഇതിന്റെ ജീവിതത്തിന്റെ അനുഭവമാണ്. ഇപ്പോൾ എല്ലാം ശരിയായി. ഈ ചെറുപ്പക്കാരന്റെ തിരിച്ചുവരവിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ചൊരു തീരുമാനമെടുത്താലോ? ലഹരികൾ നമുക്ക് വേണ്ടേ വേണ്ട. അതെ, നമുക്ക് ഒരുമിച്ച് പാടാം. ലഹരികൾ നമുക്ക് വേണ്ടേ വേണ്ട. ശിരസ്സുയർത്തി പറയുക ലഹരിക്കടിപ്പിടിൽ ശിരസ്സുയർത്തി പറയുക ലഹരിക്കടിപ്പിടിൽ